യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. വിശുദ്ധ ബൈബിളിൽ ഓട എന്ന് വിളിക്കുന്നതായ ഒരു സസ്യത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ഒരു പരാമർശം നടത്തുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ മനോഹരമായ സംഗീതം പൊഴിക്കുന്ന ഒരു ഉപകരണമാണല്ലോ ഓടക്കുഴൽ. ഈ ഓടക്കുഴൽ ഉണ്ടാക്കുന്നത് ഈ ഓട എന്ന സസ്യത്തിൽ നിന്നുമാണ്. നമ്മുടെ നാട്ടിൽ മുള എന്നറിയപ്പെടുന്ന അതേ ആ സസ്യത്തിന്റെ വർഗത്തിൽപ്പെടുന്നതാണ് ഈ ഓട എന്ന് പറയുന്നതായ ഈ സസ്യം. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് വെള്ളമുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ഉണ്ടാകുന്നത്. എന്നാൽ ഇത് വളരെ വേഗം നശിച്ചു പോകാൻ സാധ്യതയുള്ളതായ ഒരു സസ്യമാണ്. അത് വളരെയധികം പച്ചയോടുകൂടെ നിൽക്കുമ്പോൾ ആഞ്ഞടിക്കുന്നതായ കാറ്റ്, പ്രകൃതിക്ഷോഭങ്ങൾ ഇതിനെ വല്ലാതെ ബന്ധിയിക്കും. ആ സമയത്ത് പലപ്പോഴും ഇത് ചതഞ്ഞു പോകുന്നതായ അനുഭവങ്ങൾ ഈ ചെടിക്കുണ്ട്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവിതമായി താരതമ്യപ്പെടുത്തുകൊണ്ട് യെശയ്യാ പ്രവചനത്തിലൂടെ ദൈവം അരുളി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം നമുക്ക് കാണുവാൻ സാധിക്കും. യെശയ്യാ പ്രവചനം 42 അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് പ്രവചനികമായി പറയുന്നതായ ഒരു ഭാഗമാണ്. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും തുടങ്ങി യേശുക്രിസ്തുവിന്റെ ജെന്റിൽനെസ്, അവന്റെ സ്വഭാവം വളരെ വ്യക്തമായി വരച്ച് കാണിക്കുന്ന ഒരു വേദഭാഗമാണ്. അതിന്റെ 3 വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ചതഞ്ഞു പോകുന്നതായ അനുഭവം, ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് ആളുകൾ നമ്മെ വിധിച്ചു പറയുന്നതായ സമയങ്ങൾ, ലോകം പറയുന്നു ഇനി ഇവനെക്കൊണ്ട് യാതൊരു പ്രയോജനമില്ല. പക്ഷെ ഇവിടെ ദൈവവചനത്തിൽ വളരെ ശക്തമായി യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നു. മനുഷ്യർ തള്ളിയതായ വ്യക്തികളെ അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഇനി വീണ്ടും അവർക്കൊരു മടങ്ങിവരവുണ്ടാകത്തില്ല, എന്നേക്കുമായി അവർ നശിച്ചു പോകും എന്ന് പറയുന്നതായ സ്ഥാനത്ത് യേശുവിന് ഒരു അധികാരം നമ്മുടെ മേലുണ്ട്. ആ അധികാരം എന്ന് പറയുന്നത് നശിപ്പിച്ചു കളയുക എന്നുള്ളതല്ല, ഒടിച്ചു കളയുക എന്നുള്ളതല്ല, മറിച്ച് നമുക്ക് പുതിയ ജീവൻ നൽകി നമ്മുടെ ചതഞ്ഞിരിക്കുന്നതായ അനുഭവങ്ങൾ, നമ്മുടെ നശിച്ചു പോകുന്നതായ അനുഭവങ്ങൾ, ഇനി ഒരു മടക്കമില്ല എന്ന് നമ്മളോട് വ്യക്തമായി ആളുകൾ പറയുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവ് പറയുന്നു, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും, എനിക്ക് നിന്റെ അനുഭവങ്ങളെ വ്യത്യാസപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൃഷ്ടിയിൽ വരുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകത്തില്ല, മറിച്ച് അവൻ അവരെ പണിതെടുക്കുന്നവനായ കർത്താവ്. രണ്ടാമതായിട്ട് പറയുന്നു, പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല. പുകയുന്നൊരു തിരി നമുക്കറിയാവുന്ന പോലെ സാധാരണയായിട്ട് പുകയുന്ന തിരി കണ്ടാൽ നമ്മൾ ആ തിരി കെടുത്തിക്കളയും, ഇനി പുകയാൻ നമ്മൾ സമ്മതിക്കത്തില്ല. പക്ഷെ ഇവിടെ പറയുന്നു, അവൻ കെടുത്തുകയല്ല, മറിച്ച് വീണ്ടും ആ വിളക്കിൽ എണ്ണ ഒഴിച്ച് നിന്റെ ഇപ്പോഴത്തെ അനുഭവങ്ങളെ മാറ്റുവാൻ കഴിവുള്ളവനായ കർത്താവ് വീണ്ടും അതിനെ ജ്വലിപ്പിക്കുവാനിടയായിത്തീരും. ഇന്ന് ഈ രാവിലെ സമയം ഈ വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ചതഞ്ഞ് അരഞ്ഞു പോകുന്നതായ നിമിഷങ്ങളിൽ ഇനിയൊരു പ്രതീക്ഷയില്ല എന്ന് നിങ്ങൾ പറയുന്നതായ സ്ഥാനത്ത് യേശു പറയുന്നു, ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കുന്നവനാണ്. ഇനി ഒരു ജ്വലനമുണ്ടാകത്തില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഞാൻ നിന്റെ മേൽ എൻ്റെ ആത്മാവിനെ പകർന്ന് വീണ്ടും നിന്നെ ജ്വലിപ്പിക്കുവാൻ ഞാൻ ശക്തനാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗ്ഗപിതാവേ, ഈ വചനത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട അങ്ങയുടെ മക്കളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ കൂടെ വളരെ പ്രയാസത്തിലൂടെ അവർ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് കേട്ട വചനത്തിനു മുമ്പാകെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മുമ്പാകെ അവന്റെ കൈകളിൽ സമർപ്പിക്കപ്പെടുവാനും കർത്താവിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവിപ്പാനും നീ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.